ഏത് പ്രായക്കാർക്കും കുടിക്കാനും കഴിക്കാനും പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള 2 റെസിപ്പീസ് ആട്ടോ ഒന്ന് കാണിക്കുന്നത്. ഒന്ന് നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്, ഒന്ന് നമ്മൾ ബീഫ് വെച്ചിട്ട് ചെയ്യുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ റെസിപ്പി നോക്കാം. ബീഫ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ബീഫ് ഞാനിതിങ്ങനെ മിൻസ് ചെയ്തിട്ടുള്ള ബീഫാട്ടോ വാങ്ങിയിട്ടുള്ളത്. നമുക്കിതിവിടെ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ബീഫ് എടുത്താൽ മതി കേട്ടോ. ബീഫ് കഴുകിയ ശേഷം മിക്സിയിലിട്ടിട്ട് ഇതുപോലെ നല്ലപോലെ അരച്ചൊന്ന് പേസ്റ്റാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഒന്ന് കഴുകിയെടുക്കുകയാണ്. സാധാരണ ഇത് കഴുകിയെടുക്കലൊന്നും ഇല്ല കേട്ടോ, പക്ഷെ എനിക്കിങ്ങനെ കഴുകിയെടുക്കാതെ ഉണ്ടാക്കുന്നത് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് കഴുകിയെടുക്കുന്നത്. മിൻസ്ഡ് ബീഫ് നമ്മൾ കഴുകിയെടുക്കുമ്പോൾ അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കുക കേട്ടോ. വെള്ളം നന്നായിട്ട് പോകണം. ബീഫ് ആ ഒരു സ്ട്രെയിനറിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം നന്നായിട്ട് പോട്ടെ. ആ ഒരു സമയം കൊണ്ട് ഇതിക്ക് വേണ്ട മസാലകളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 5 പീസ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 5 പീസ് തന്നെ ഒരു ഇഞ്ചിൻ്റെ കഷ്ണം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 6 പീസ് പച്ചമുളക് ആട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതാ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില 1 കപ്പ് മല്ലിയില കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മല്ലിയില കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു പേസ്റ്റ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു പേസ്റ്റ് മുഴുവനായിട്ട് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് പോയ ശേഷമാണ് കേട്ടോ നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സവാള വേണം. ഇപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാള ആയിട്ട് എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഈ ഒരു സവാള നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് ഫൈനായിട്ട് തന്നെ ചതച്ചെടുക്കുക. പേസ്റ്റ് പോലെ ആക്കിയെടുക്കണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു സവാളയിലുള്ള വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ തക്കാളി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഒരു സവാളയിലും തക്കാളിയിലുള്ള വെള്ളം നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഉള്ളി അരച്ചതും തക്കാളി ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതിൻ്റെ അകത്ത് വെള്ളം മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഒരു ബൗളിൽ വെള്ളം, ഈ ഒരു വെള്ളം ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു സവാളയും തക്കാളിയും കൂടെ നമുക്ക് ഈ ഒരു ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചമുളകിൻ്റെ എരിവും ഈ ഒരു റെഡ് ചില്ലി ഫ്ലേക്സിൻ്റെ എരിവാണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ഒറിഗാനോ ആണ്. അപ്പോൾ ഒറിഗാനോ ഒരു 1/4 ടീസ്പൂണായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബീഫിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു മസാലപ്പൊടികളും നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഒരു പേസ്റ്റും എല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം കുഴച്ച് മിക്സ് ആക്കിയെടുക്കാം. ഇനി ബീഫ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചിക്കൻ വെച്ചിട്ടും മട്ടൻ വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. എങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണിത്. നമുക്കധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ നോക്കുമ്പോൾ കുറച്ച് എരിവ് കുറവാണ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പാക്കിയെടുക്കാം. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് ഷേപ്പാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് ചെറുതാക്കിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വലിപ്പമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ബോൾ എടുത്തിട്ട് ഷേപ്പാക്കിയെടുത്താൽ മതി. ഇതുപോലെ നീളത്തിലൊന്ന് ഷേപ്പാക്കിയെടുക്കുകയാണ് കേട്ടോ. ഷേപ്പാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ബീഫ് മിക്സ് ഞാനിത് നമ്മൾ ഇഡ്ഡലി തട്ടിൽ ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് ആവിയിൽ വേവിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ആവിയിൽ വേവിക്കാതെ ഡയറക്റ്റായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ടും അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പക്ഷെ എനിക്കെപ്പോഴും കുറച്ചും കൂടെ നല്ലതായി തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുമ്പോഴാണ്. നമുക്കിനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. കാരണം ബീഫൊക്കെ നമ്മൾ ഇത് അരച്ചിട്ടുള്ളതായതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. നമുക്കിനി ഇന്നത്തെ ജ്യൂസിൻ്റെ റെസിപ്പി നോക്കാം. ഇത് നല്ല സിമ്പിളായിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. ഓട്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഒരു 1/2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓട്സ് എടുക്കുമ്പോൾ എപ്പോഴും ഓൾ ഓട്സ് എടുക്കുന്നത് കേട്ടോ കൂടുതൽ നല്ലത് നമുക്ക് ഹെൽത്തിന്. അപ്പോൾ ഓട്സ് ഇതാ ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പീസ് പട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ പട്ടൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിന് പകരമായിട്ട് ഏലക്കായ ചേർത്ത് കൊടുത്താലും മതി. ഏലക്കായ ആകുമ്പോൾ ഒരു 2-3 ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഓട്സ് ഒന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ക്യാരറ്റ് വേണം. അപ്പോൾ ക്യാരറ്റ് ഇതാ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്.
പിന്നെ ഇത് നമ്മൾ ഗ്രേറ്ററിൽ വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ക്യാരറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ക്യാരറ്റും. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കൾക്ക് നമുക്ക് ഇതുപോലെ ജ്യൂസാക്കി കൊടുക്കുന്നതായിട്ട് ഏറ്റവും നല്ലത്. നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ഓട്സ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ക്യാരറ്റും ഓട്സും ഇതാ കുക്കായിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റും തന്നെ ഓവറായിട്ട് കുക്കാവൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇപ്പോൾ 2 മിനിറ്റ് തന്നെ ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്ന് ഈ ഒരു പട്ടൻ്റെ പീസൊന്ന് മാറ്റുകയാണ്. കാരണം ഒരു പട്ട നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് ഒരു പട്ടൻ്റെ ഫ്ലേവർ കൂടുതലായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പട്ടൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ചേർത്തിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. ആദ്യം ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നന്നായി തണുത്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടും തണുപ്പിച്ചെടുക്കുക. നമ്മൾ വേവിച്ചെടുക്കുന്ന ഏത് സാധനം ജ്യൂസാക്കി എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചെടുക്കണം. എന്നാലേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ക്യാരറ്റും ഓട്സും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പകുതി ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിത് 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഈത്തപ്പഴം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മധുരം നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ബദാം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ബദാമിൻ്റെ ഐസ് ക്യൂബ് ആയിട്ട് എടുക്കുന്നത്. ബദാം അരച്ച് പേസ്റ്റ് ആക്കിയിട്ടും ഐസ് ട്രേയിലാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജ്യൂസ് ആക്കി എടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് നല്ല തണുത്ത കട്ടാക്കി എടുത്തിട്ടുള്ള പാലാട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാരറ്റും ഓട്സൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 കപ്പും കൂടെ നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഓട്സും ക്യാരറ്റൊക്കെ അടിച്ചെടുക്കാം. ഈ ഒരു അളവിൽ നമുക്ക് മൊത്തത്തിൽ 2 ലിറ്റർ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ നമുക്കിതൊക്കെ ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ നല്ല വയറൊക്കെ ഫുള്ളാവും കേട്ടോ. ഏത് പ്രായക്കാർക്കും കുടിക്കാവുന്നതാണ്. ഓട്സും ക്യാരറ്റും ഈത്തപ്പഴമൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഈ ഡ്രിങ്ക് എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കണ്ട. ഇനി നമുക്ക് ബീഫ് കുക്കായിട്ടുണ്ടോ നോക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ബീഫ് പാകത്തിന് കുക്കായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടെ അവിയിൽ വേവിച്ചെടുക്കുകയാണ്. തീരെ ഓയിൽ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ കഴിക്കാവുന്നതാണ് കേട്ടോ. നമ്മളൊരു ബീഫിൽ ഈ ഒരു മസാല അരച്ച് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇങ്ങനെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഞാനിതാ മൊത്തത്തിൽ ഇത് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബട്ടറിന് പകരമായിട്ട് നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ബട്ടർ ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ബീഫ് കബാബ് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കബാബ് ഓരോ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുമ്പോഴും ഓരോ ടേസ്റ്റ് ആയിരിക്കും. കാരണം ഇതിൽ ചേർത്ത് കൊടുക്കുന്ന മസാലൻ്റെ ഇതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് മാറ്റുന്നുണ്ട്. അധിക റെസ്റ്റോറൻറ്റുകളിലും ഇത് ആവിയിൽ വേവിച്ചെടുക്കാതെ ഡയറക്റ്റായിട്ട് ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുക. പക്ഷെ അത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് ഏറ്റവും നല്ലതായി തോന്നിയിട്ടുള്ളത് ബീഫൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒന്ന് ആവിയിൽ വേവിച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒതൻറ്റിക് റെസിപ്പി ആവിയിൽ വേവിച്ചെടുക്കാതെയാണ് നമ്മളിത് ഡയറക്റ്റ് പാനിലിട്ടിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി. 2 രീതിയിലാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. പിന്നെ കബാബ് ഇതൊരു 5 മിനിറ്റ് ടൈം എടുത്തിട്ടുള്ളൂ കേട്ടോ. എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു പാനിലേക്ക് തന്നെ 1 ടീസ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 2 സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഈ ഒരു കബാബിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂണ് റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇത് കബാബിൻ്റെ കൂടെ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സവാള ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഒരു സവാളൻ്റെ ക്രഞ്ചിനെസ് വേണം, അങ്ങനെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന പ്ലേറ്റിൽ ആദ്യം നമുക്ക് ഈ ഒരു സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കബാബ് വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാലഡും കൂടെ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വെറും കുക്കുംബർ മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഹമ്മൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുബൂസും കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അത്താഴത്തിനാണെങ്കിലും ഒക്കെ കഴിക്കാൻ നല്ലതാണ്.
ഞാനിതിപ്പോൾ അത്താഴത്തിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അറബിക് കബാബ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇന്നത്തെ നമ്മളുടെ ഇഫ്താർ ഡ്രിങ്കും ഓട്സും ക്യാരറ്റും വെച്ചിട്ടുള്ളത് അതും നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഈ ഒരു കബാബാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ് കേട്ടോ. കാരണം നമ്മൾ അധികം ഓയിലൊന്നും യൂസ് ചെയ്യണില്ലല്ലോ. ആകെ 1-2 ടീസ്പൂൺ ബട്ടർ മാത്രമേ നമ്മൾ യൂസ് ചെയ്യണുള്ളൂ. അപ്പം ഇതുപോലെ കബാബൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ 2 റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.